everyone, Assalamu alaikum. Welcome to Fathimas Kitchen. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ പേരക്ക കേക്കാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാര നമുക്ക് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കാം. ശേഷം 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ബീറ്റായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എഗ് യോക്കിലേക്കും വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതേപോലെ റിബൺ പരുവത്തിൽ ആകുന്നത് വരെ ബീറ്റാക്കി ഒന്ന് സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്യാം. അധികം ഒന്ന് ഇളക്കാതെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യണം. മെല്ലെ മെല്ലെ ചെയ്യുക. നന്നായി ഫോൾഡായി വന്നിട്ടുണ്ട്. ഈ ഒരു പേരയ്ക്ക നമുക്കൊന്ന് ചെറിയ പീസസ് ആക്കി മിക്സിയിൽ അടിച്ചൊന്ന് അരിച്ചെടുക്കാം. ഈ പൾപ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം. ചെറിയൊരു പിങ്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രി ഹീറ്റിൽ ഒരു 35 മിനിറ്റ് ബേക്കാക്കി എടുക്കണം. ഇനി നമുക്ക് ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഒരു പേരയ്ക്ക് നമ്മൾ നന്നായിട്ട് പൾപ്പാക്കി എടുത്തതാണ്. ഇതൊന്ന് പഞ്ചസാരയും ചേർത്ത് പൾപ്പാക്കി എടുത്തതിനെ നമുക്കൊന്ന് നന്നായിട്ട് പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടുന്ന ഐസിങ്ങിനുള്ള ക്രീം ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഐസിങ്ങിനുള്ള 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. സ്പാച്ചില കൊണ്ട് മിക്സ് ആക്കി എടുത്താൽ മതി. സ്പഞ്ചിനെ ലെയേഴ്സ് ആക്കിയതിൽ നമുക്കിനി ഐസിങ് ചെയ്യാം. ഫസ്റ്റ് ഐസിങ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൾപ്പിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതും കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്പഞ്ചും വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് മുകളിലോട്ട് നമുക്ക് ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്യാം. നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രീം വെച്ചിട്ടൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയറിലും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൾപ്പ്, പേരക്കയുടെ പൾപ്പ്, അതും കൂടി സ്പ്രെഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം അടുത്ത സ്പഞ്ചും വെച്ച് കൊടുത്ത് നമുക്കൊന്ന്
ഷേപ്പാക്കി എടുക്കണം. ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പച്ച കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തൊന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം സ്പ്രേ കളറൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കളറാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പേരക്ക കൊണ്ടുള്ള പേരക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. നാച്ചുറൽ പേരക്ക കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.